നേപ്പാളിലെ 288 കുടുംബങ്ങളിലെ 1421 മതം മാറിയ ഹിന്ദുക്കൾ അവരുടെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കുറച്ചു കാലമായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ നേപ്പാളിനെ ലക്ഷ്യം വെക്കുന്നുണ്ട്. മറുവശത്ത് ക്രിസ്ത്യാനികൾ, മറുവശത്ത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാർ ആയിരക്കണക്കിന് നേപ്പാളിലേക്ക് വരികയാണ്. അവിടുത്തെ പ്രാദേശിക ഹിന്ദുക്കളെ പ്രലോഭിപ്പിച്ച് ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്ന ഒരു സാഹചര്യമാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത്. നേപ്പാളിലെ സുൻസാരി ഡിസ്ട്രിക്റ്റിൽ 288 കുടുംബങ്ങളിൽ നിന്നുള്ള 1421 ഹിന്ദുക്കൾ അവിടെ ക്രിസ്തുമതം അഥവാ മുസഹർ, സദ, മേത്ത, മണ്ഡൽ, ഓറാൻ, റാം എന്നിങ്ങനെയുള്ളതാണ്. അതൊക്കെ ഷൂ നിർമ്മാതാക്കളാണ്. അതുപോലെ തന്നെ തരു, നായ് എന്നിങ്ങനെ ബാർബർ വിഭാഗത്തിലും പാസ്വാൻ, സർദാർ, ദാസ്, തത്മ എന്നീ സമുദായങ്ങളെ വ്യാജ വാഗ്ദാനങ്ങളും വ്യാമോഹങ്ങളും നൽകി വശീകരിച്ച് വിദേശ സഭ അവരെ ക്രിസ്ത്യാനികളാക്കി മാറ്റുകയാണ്. നേപ്പാളിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 31 വേദ പണ്ഡിതരുടെയും സന്യാസിമാരുടെയും സാന്നിധ്യത്തിൽ പുഷ്പാർച്ചനയോടുകൂടി എല്ലാ മതപരിവർത്തിതരെയും സ്വധർമ്മത്തിലേക്ക് തിരികെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. സൃഷ്ടിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമം ആഗ്രഹിക്കുന്ന ആരും ഇല്ല എന്നും വിവിധ മതങ്ങളുടെയും ആശയങ്ങളുടെയും പ്രചാരകരെല്ലാം പ്രകൃതിയെ കൊള്ളയടിക്കാൻ അനുയായികളോട് പറയുകയാണ് എന്നും നേപ്പാൾ വിശ്വ ഹിന്ദു പരിഷത്ത് സെക്രട്ടറി ജിതേന്ദർ പറഞ്ഞു. ലോകത്തിലെ എല്ലാവരുടെയും ക്ഷേമം അന്വേഷിക്കുന്നവർ പഞ്ചഭൂതങ്ങളെ ആദരിക്കുകയും അവയെ ദേവതകളായി ആരാധിക്കുകയും ചെയ്യുന്ന പ്രകൃതിയെ ആരാധിക്കുന്നവർ ഹിന്ദുക്കൾ മാത്രമാണ്. അവരുടെ എണ്ണം കുറഞ്ഞാൽ ലോകക്ഷേമം അന്വേഷിക്കുന്നവർ ക്ഷാമം അനുഭവിക്കും. ലോകം മുഴുവൻ പ്രക്ഷുബ്ധമാകും. ഹിന്ദുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ എല്ലാത്തരം ശ്രമങ്ങളും ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞു. ഹിന്ദു രാജ്യമായ നേപ്പാളിനെ ക്രിസ്ത്യൻ രാജ്യമാക്കി മാറ്റാനാണ് കേരളത്തിൽ നിന്ന് മതം മാറ്റക്കാർ വരുന്നത് എന്നും അവരെ ജയിലിൽ അടയ്ക്കും എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.